ഹായ് ഗായ്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രക്ക് ആൻഡ് ടോക്കീസ്. അപ്പം നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന നമ്മളുടെ ലാലേട്ടൻ്റെ എമ്പുരാൻ്റെ ടീസർ ഇന്നലെ റിലീസായിരിക്കുകയാണ്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ. 2019 സൂപ്പർ ഹിറ്റ് ചിത്രം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള L2 എമ്പുരാൻ നമ്മൾ കുറേ നാളായിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇത് അവസാനം പറയുന്നുണ്ട് മാർച്ച് 27, 2025 റിലീസ് ചെയ്യുന്നുള്ളത്. ഇന്നലെ ജനുവരി 26 കൊച്ചിയിൽ നടന്ന ഒരു ഭീകര ലോഞ്ചിലാണ് ഈ മൂവിയുടെ ടീസർ ഇറങ്ങിയിട്ടുള്ളത്. ഈ ദിവസത്തിൽ തന്നെ നമ്മുടെ ആശീർവാദ് സിനിമാസ് 25 ഇയേഴ്സ് കംപ്ലീറ്റ് ആക്കിയതിൻ്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതിഭീകരമായിട്ടുള്ള ഹോളിവുഡിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ടീസറാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ ടീസർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെ നോർത്തേൺ ഇറാഖിലെ ഒരു സിറ്റി ആയിട്ടുള്ള ഖറാഖോഷ് എന്ന ഗോസ്റ്റ് ടൗൺ, അതിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ, നമ്മളുടെ ടീസറിൻ്റെ സ്റ്റാർട്ടിങ്. ഈ ടീസറിൻ്റെ സംഭാഷണം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ PK രാംദാസ് മഞ്ജു വാര്യരോട് പറയുന്ന ഒരു ഡയലോഗിലൂടെയാണ്. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ടാകൂ. സ്റ്റീഫൻ. ആദ്യത്തെ ലൂസിഫർ കണ്ടപ്പോൾ അതിൽ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യിച്ച കുറേ ഡയലോഗ്സിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡയലോഗായിരുന്നു ഇത്. ലൂസിഫറിൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ നേരിൽ കാണിച്ചു തന്ന സ്റ്റീഫൻ നെടുമ്പള്ളി നമ്മളുടെ ഏഷ്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മിഷണറി ഗ്രൂപ്പിൻ്റെ മേധാവിയാണ്. ഹിന്ദുക്കൾക്ക് അവൻ മഹിരാവണനാണ്, ഇസ്ലാമിന് ഇബിലീസും, ക്രിസ്ത്യൻസിന് അവൻ ലൂസിഫറുമാണ്. ഇന്ദ്രജിത്തിൻ്റെ സൗണ്ടിലാണ് ഈ ഡയലോഗ് പറയപ്പെടുന്നത്. ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം മലയാളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ ക്യാൻവാസിലാണ് ഒരുങ്ങുന്നത്. ആശീർവാദ് സിനിമയ്ക്കൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ഈ മൂവി നിർമ്മിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിലും സൈമൾട്ടേനിയസ്ലി ഈ മൂവി റിലീസ് ചെയ്യുന്നുണ്ട്. ഈ മൂവിയുടെ ചിത്രീകരണം ആരംഭിച്ചത് 2023 ഒക്ടോബറിലായിരുന്നു. 20ഓളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിട്ടുള്ളതെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ലൂസിഫറിലെ അഭിനേതാക്കളായിട്ടുള്ള പൃഥ്വിരാജ്, ടോവിനോ തോമസ്, മഞ്ജു വാര്യർ, ശശി കപൂർ, ഇന്ദ്രജിത്ത്, ബൈജു, സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യങ്ങളാണ്. ലൂസിഫർ ശരിക്കും 3 ഭാഗങ്ങളുള്ള സിനിമയായാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ലൂസിഫർ എന്ന പേരിലാണ് ആദ്യ ഭാഗം നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യ ചിത്രത്തിൻ്റെ വിജയമാണ് പരമ്പരയുടെ രണ്ടാം ഭാഗമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് ഇവരെ എത്തിച്ചത്. 2019 ജൂണിലാണ് എമ്പുരാൻ്റെ പ്രഖ്യാപനം നടന്നതെങ്കിൽ കൂടെ 2020 ആരംഭിച്ച കോവിഡ് മൂലം ഇത് നീട്ടിവെക്കേണ്ടി വന്നു. ഇപ്പോൾ അവസാനം നമ്മളെല്ലാവരും കാത്തിരുന്ന മൂവി റിലീസ് ചെയ്യാൻ പോവുകയാണ് മാർച്ചിൽ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കറിയാം എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും എമ്പുരാൻ കാണാൻ എക്സൈറ്റഡ് ആണെന്ന്. ടേക്ക് കെയർ ഗായ്സ്, ബൈ.